പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള ഭരണത്തിലെ LDF UDF യുഗം അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത്, തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു. 10 വർഷം കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും ഭരണം ഉണ്ടാകില്ലെന്ന് മോദി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവത്തിന്റെ സ്വർണം കട്ടവർ ജയിലിലാകുമെന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കോൺഗ്രസ് ലീഗിനേക്കാൾ വർഗീയമാണെന്നും മോദി വിമർശിച്ചു. എന്നാൽ കേരളത്തിന് വൻ പദ്ധതി പ്രഖ്യാപനം ഉണ്ടായില്ല. ഈ വാർത്താ ദിനത്തെ കൊണ്ടുപോയ ആ വലിയ വാർത്തയുടെ റിപ്പോർട്ടിലേക്ക്. അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് ഗുജറാത്തിൽ അധികാരത്തിലേറിയ ഉദാഹരണം പറഞ്ഞ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയത് രാഷ്ട്രീയ പ്രഖ്യാപനം, അതും പച്ച മലയാളത്തിൽ. 10 വർഷത്തിനു ശേഷം LDF UDF യുഗം അവസാനിക്കുമെന്ന് മോദി പറഞ്ഞു. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम. കേരളത്തിൽ കത്തി നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയും മോദി ഉന്നയിച്ചു. ഭഗവാന്റെ സ്വർണം കവർന്നവർ ജയിലിലാകുമെന്നത് മോദിയുടെ ഗ്യാരണ്ടി. बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी, और ये मोदी की गारंटी है. ത്രിപുരയിലും ബംഗാളിലും ഇന്ന് CPIM-നെ കണ്ടുകിട്ടാനില്ല. കോൺഗ്രസ് ഇന്ന് മുസ്ലിം ലീഗിനേക്കാൾ വർഗീയമായി. ലീഗും കോൺഗ്രസും ചേർന്ന് കേരളത്തെ വർഗീയതയുടെ പരീക്ഷണശാലയാക്കിയെന്ന് മോദി പറഞ്ഞു. MMC यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. നിരവധി നാടകീയ നിമിഷങ്ങൾക്കും പുത്തിരിക്കണ്ട മൈതാനം സാക്ഷിയായി. പ്രധാനമന്ത്രിയുടെ സ്നേഹാശ്ലേഷണത്തിന് മുന്നിൽ മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും വിതുമ്പി. പാദങ്ങളിൽ വണങ്ങിയ ആശയുടെ കാലിൽ പ്രധാനമന്ത്രി തിരികെ തൊട്ടു വന്ദിച്ചു. PM ശ്രീ അടക്കം കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നില്ലെന്ന് വിമർശിച്ചെങ്കിലും അതിവേഗ റെയിൽ അടക്കം പ്രതീക്ഷിച്ച പദ്ധതികളൊന്നും മോദി പ്രഖ്യാപിച്ചില്ല. വേദിയിൽ മുൻനിരയിൽ തന്നെ 2020 കോർഡിനേറ്റർ സാബു M ജേക്കബ് ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അയ്യപ്പ വിഗ്രഹവും തുഷാർ വെള്ളാപ്പള്ളി മഹിഷി വധ വിഗ്രഹവും സമ്മാനിച്ചു. എന്നാൽ അവഗണനയുടെ വിഷാദ നിമിഷങ്ങളും വേദിയിലുണ്ടായി. നേതാക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിന്ന ശ്രീലേഖയും മോദിയുടെ ഹസ്തദാനം കിട്ടാത്ത കെ സുരേന്ദ്രനും ഉൾപാർട്ടി പോരിലെ രാഷ്ട്രീയ സൂചകങ്ങളായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.